ബ്രസീൽ ജപ്പാനെ തോൽപ്പിച്ചു. പക്ഷെ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ഈ ബ്രസീൽ ശരിക്കും ലോകകപ്പ് നേടാൻ പോകുന്ന ടീം തന്നെയാണ്, അതോ വലിയ ടീമുകൾക്കെതിരെ ഇവർ തുറന്നു കാണിക്കപ്പെടും? എന്തുകൊണ്ട് നെയ്മറെ കളത്തിൽ ഇറക്കിയില്ല? ഈ മത്സരത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ചർച്ച ചെയ്യുന്നത് ഇതാണ്. ജപ്പാനെതിരെ 2-1 എന്ന ജയം നേടിയെങ്കിലും ഈ മത്സരം ബ്രസീലിന്റെ ശക്തി മാത്രമല്ല, അവരുടെ ദൗർബല്യങ്ങളും തുറന്നു കാട്ടിയിട്ടുണ്ട്. ആദ്യ പകുതിയിൽ ജപ്പാൻ ബ്രസീലിനെ ശരിക്കും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. മിഡ്ഫീൽഡിൽ പന്ത് നഷ്ടപ്പെടുകയും പ്രതിരോധത്തിന് മുന്നിൽ സ്പേസ് നൽകുകയും ചെയ്തപ്പോൾ ജപ്പാൻ അതൊന്നും വെറുതെ കളഞ്ഞില്ല. കെയ്ഷുസാനയുടെ ഗോൾ വന്നത് ഒരു വ്യക്തിഗത പിഴവ് കൊണ്ടല്ല, ബ്രസീലിന്റെ മുഴുവൻ ഘടന തകർന്നൊരു നിമിഷത്തിലൂടെയാണ്. അതായത് വലിയ ടീമുകൾക്കെതിരെ ഇങ്ങനെ ആദ്യ പകുതി കളിച്ചാൽ ബ്രസീലിന് രക്ഷയുണ്ടാകില്ല. പക്ഷേ അതേസമയം ലോകകപ്പ് ജയിക്കുന്ന ടീമുകളുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാം. മോശം ദിവസം വന്നാലും മത്സരം ജയിക്കാനുള്ള കഴിവ്. രണ്ടാം പകുതിയിൽ അതാണ് ബ്രസീൽ കാണിച്ചത്. കാസമീറോയുടെ സമനില ഗോൾ വെറും സ്കോർ 1-1 ആക്കിയില്ല, മുഴുവൻ മത്സരത്തിന്റെ മാനസികാവസ്ഥ തന്നെ മാറ്റി. അതിനുശേഷം ജപ്പാൻ പതിയെ പിന്നിലേക്ക് പോയി, ബ്രസീൽ ആക്രമണം തുടർന്നു. അവസാന നിമിഷം വരെ വിശ്വാസം കൈവിടാത്ത ടീമുകൾക്കാണ് ലോകകപ്പിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. മാർട്ടിനെല്ലിയുടെ വിജയ ഗോൾ അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്: നെയ്മർ എന്തുകൊണ്ട് കളിക്കാതിരുന്നു? ഔദ്യോഗികമായി പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം കോച്ചിംഗ് സ്റ്റാഫ് റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. ചെറിയ ഫിറ്റ്നസ് പ്രശ്നങ്ങളും വരാനിരിക്കുന്ന കൂടുതൽ കടുത്ത നോക്കൌട്ട് മത്സരങ്ങളും കണക്കിലെടുത്താണ് അദ്ദേഹത്തെ വിശ്രമിപ്പിച്ചത്. അതായത് നെയ്മറെ നഷ്ടപ്പെട്ടതല്ല, മറിച്ച് അദ്ദേഹത്തെ അടുത്ത റൗണ്ടുകൾക്കായി സംരക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നെയ്മർ ഇല്ലാതെയും ജയിക്കാൻ ഈ ടീമിന് കഴിഞ്ഞു എന്നത് ബ്രസീലിന് വലിയ ആത്മവിശ്വാസമാണ്. എന്നാൽ മറ്റൊരു സത്യം കൂടി പറയണം: നെയ്മർ ഇല്ലാതെ ജപ്പാനെതിരെ ആദ്യ പകുതിയിൽ ബ്രസീലിന് ആക്രമണത്തിൽ വ്യക്തമായ ഒരു ക്രിയേറ്റർ ഇല്ലായിരുന്നു. അവസാന പാസ് നൽകാനും പ്രതിരോധം തുറക്കാനും കളിയുടെ വേഗം നിയന്ത്രിക്കാനും ബുദ്ധിമുട്ട് നേരിട്ടു. അതുകൊണ്ടാണ് രണ്ടാം പകുതിയിൽ കൂടുതൽ നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് അവർ മാറിയത്. വലിയ ടീമുകൾക്കെതിരെ ഈ പ്രശ്നം വീണ്ടും വന്നാൽ നെയ്മറുടെ സാന്നിധ്യം ബ്രസീലിന് അനിവാര്യമാകാം. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ ബ്രസീൽ ലോകകപ്പ് നേടുമോ? എൻ്റെ വിലയിരുത്തൽ അതെ, പക്ഷേ ഒരു നിബന്ധനയോടെ. ആദ്യ പകുതിയിൽ ജപ്പാനെ പോലെ എതിരാളികൾക്ക് മത്സരം കൈമാറുന്ന ശീലം അവർ അവസാനിപ്പിക്കും. കാരണം ഫ്രാൻസ്, അർജന്റീന, സ്പെയിൻ, പോർച്ചുഗൽ പോലുള്ള ടീമുകൾക്ക് അതേ അവസരം ലഭിച്ചാൽ അവർ ജപ്പാനെ പോലെ ഒരു ഗോൾ അടിച്ച് നിൽക്കില്ല, 2ഉം 3ഉം ഗോളുകൾ കണ്ടെത്തും. അതുകൊണ്ട് തന്നെ ജപ്പാനെതിരായ ഈ മത്സരം ഒരു വിജയ കഥ മാത്രമല്ല, ലോകകപ്പിലെ ബാക്കിയുള്ള ടീമുകൾക്ക് നൽകിയ ഒരു മുന്നറിയിപ്പാണ്. ബ്രസീലിനെ തോൽപ്പിക്കണമെങ്കിൽ 90 മിനിറ്റ് മുഴുവൻ ആധിപത്യം പുലർത്തണം. കാരണം ഒരു നിമിഷം മതി ഈ മഞ്ഞ ജേഴ്സി മത്സരം തട്ടിയെടുക്കാൻ. അതാണ് 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിന്റെ യഥാർത്ഥ പാരമ്പര്യം.